ഹായ് കൂട്ടുകാരെ, അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, ഇപ്പോൾ പേജ് നമ്പർ 22 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ 2 പാർട്ടിലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 22 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യനും ആൻസർ അതിൻ്റെ കൂടെ തന്നെ വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഏതാ 1/4, 1/2, 3/4. ഇതൊരു ഫ്രാക്ഷനാണ്. സോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എക്സെട്ര ഏത് ഇൻക്ലൂഡഡ് ആണെന്ന് നോക്കണം, 3 ഇൻക്ലൂഡഡ് ആണോ നോക്കണം. ഓക്കെ, സോ ഇങ്ങനെ ഇൻക്ലൂഡഡ് ആണോ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിന് മുന്നേ കോമൺ ഡിഫറൻസ് സി ഡി ഈക്വൽ ടു x2 - x1. ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ടൈം 1/2 ആണ്, മൈനസ് എന്ത് കിട്ടും? 1/4. സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മോളിയത്തെയും ഇവിടുത്തെ താഴത്തെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 1 × 4. സോ ഞാൻ താഴെ എഴുതാണ് 1 × 4 മൈനസ് അടുത്തത് ഈ 2ഉം ഈ 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 1 ഡിവൈഡഡ് ബൈ താഴത്തെ രണ്ടെണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × 4. ഓക്കെ, നടുവിലെ സൈൻ മൈനസ് ആണെന്നുള്ള കാര്യം ആലോചിച്ചോളൂ കേട്ടോ. സോ 1 × 4 4 മൈനസ് 1 × 2 2 ഡിവൈഡഡ് ബൈ 2 × 4 8. ഓക്കെ ആണല്ലോ. സോ 4 - 2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 2/8 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/4 എന്ന് കിട്ടും. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1/4 ആണ്. നേരത്തെ ഭയങ്കര എളുപ്പത്തിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റി. ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് പറയുന്നു 3 അതിൽ ഇൻക്ലൂഡഡ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ഓക്കെ, സോ 3 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒരൊറ്റ നമ്പർ അല്ല, എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു xn - x1/d+1 ആണ്. ഓക്കെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ട എന്താ, നമുക്ക് ഏതാ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പർ ഏതാ? 3 ആണ്. സോ ഞാനത് എഴുതി 3 മൈനസ് എന്താണ് ഒന്നാമത്തെ ടേം എന്താ? 1/4 ആണ്, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? 1/4. അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് 1/4 പ്ലസ് 1. ഇങ്ങനെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോവും. സോ അതുകൊണ്ട് എഴുതുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കോളാം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കി 3 - 1/4 ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ 3യുടെ അടിയിൽ നമ്മൾ എന്ത് കൂടെ ഇട്ട് കൊടുക്കണം? ഒരു 1 എടുക്കണം. 3നെ എന്താക്കി? ഫ്രാക്ഷൻ ആക്കി. 3 എന്ന് പറയുന്ന ഒരൊറ്റ നമ്പർ ആണെച്ചെങ്കിൽ അതിന് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൂടെ ഇട്ട് കൊടുത്തു? /1 കൂടെ ഇട്ട് കൊടുത്തു. ഓക്കെ, സോ 3/1 മൈനസ് 1/4 ഡിവൈഡഡ് ബൈ എന്ത് കോമൺ ഡിഫറൻസ് ആയ -1/4 പ്ലസ് എന്ത് ചെയ്യണം? 1 ചെയ്യണം. ഓക്കെ ആണല്ലോ. സോ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. ഒന്ന് പറഞ്ഞു നോക്കി എൻ്റെ കൂടെ. ആദ്യം ഇത് രണ്ടും കൂടെ 3 × 4 മൈനസ് 1 × 1 ഡിവൈഡഡ് ബൈ താഴത്തെ രണ്ടെണ്ണം ഏതാ? 1 × 4 ആണല്ലോ, ഡിവൈഡഡ് ബൈ 1/4. അത് മറന്നു പോകരുത്, അതിടാൻ മറന്നു പോകരുത്. വലുത് നേരത്തെ ചെയ്തിട്ട് അവിടെ അങ്ങ് നിർത്തരുത്. ഡിവൈഡഡ് ബൈ 1/4 ഇടാൻ മറന്നു പോകരുത്. പ്ലസ് 1, ആ +1 ഇടാനും മറന്നു പോകരുത് കേട്ടോ. സോ ഇത് കുറച്ച് വലുതായിട്ടൊക്കെ തോന്നും, പക്ഷേ ഒന്ന് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 3 × 4 നമുക്ക് എത്രയാണെന്ന് അറിയാം? 12 മൈനസ് 1 × 1 1 ആണ്, ഡിവൈഡഡ് ബൈ 1 × 4 4. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 1/4. ആ 1/4 മറക്കല്ലേ, +1. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. സോ 12 - 1 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 11 എന്ന് കിട്ടും. ഓക്കെ, സോ 11/4 എന്നിട്ട് എന്ത്? അതിനൊരു വലിയ ഡിവൈഡ് ഉണ്ട്, ഡിവൈഡഡ് ബൈ 1/4. ഓക്കെ, പ്ലസ് 1. ഇവിടെ നോക്കി, രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ a/b ഡിവൈഡഡ് ബൈ c/d എന്ന് പറയുന്ന രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ താഴത്തെ ഫ്രാക്ഷൻ എന്ത് ചെയ്യുക? തല തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ തല തിരിച്ചിട്ടതാണ്. ഇപ്പോൾ 6 × 2 ആണ് എന്തെന്ന് പറയുന്നത്? 12 എങ്കിൽ 12 ഡിവൈഡഡ് ബൈ 6 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും അല്ലേ? അതായത് തല തിരിച്ച് ഇടുന്നതാണെന്ന്. ഓക്കെ, സോ അതേപോലെ a/b ഞാൻ അതുപോലെ തന്നെ എഴുതി. ഈ ഡിവൈഡ് ഉള്ളത് ഞാൻ എന്താക്കി? ഇൻറ്റു ആക്കി. എന്നിട്ട് c/d ഉള്ളത് എന്തായിട്ട് മാറ്റി? d/c ആയിട്ട് മാറ്റി. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ നേരെ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. സോ a × d AD ഡിവൈഡഡ് ബൈ b × c BC. ഡയറക്റ്റ് ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഓക്കെ, നമ്മുടെ ഇവിടെ എന്താ? 11/4 ഒരു ഫ്രാക്ഷനും ഡിവൈഡഡ് ബൈ 1/4 അടുത്ത ഫ്രാക്ഷനും. ആ +1 ഇടാൻ മറക്കല്ല, അതിൻ്റെ കൂടെ തന്നെ ഇട്ട് പോന്നോളൂ കേട്ടോ. ഓക്കെ, ഇല്ലെങ്കിൽ മറന്നു പോവേ. ഓക്കെ, അപ്പോൾ 11/4 ഞാൻ എന്ത് ചെയ്ത്? a/b അല്ലേ? അത് അതുപോലെ തന്നെ ഇറക്കിയത് 11/4. ഓക്കെ, ഇനി 1/4 ഞാൻ എന്താക്കണം? 4/1 ആക്കാം. പക്ഷെ അവിടെ എന്താക്കണം? ഇൻറ്റു ആക്കണം. ഡിവൈഡ് ഉള്ളത് ഇൻറ്റു ആയിട്ട് മാറി. സോ ഇൻറ്റു 4/1. ഓക്കെ, പ്ലസ് 1 അതവിടെ ഇടാൻ മറക്കല്ലേ.
11 ഇവിടെ നോക്കിയാൽ 4 ഇൻറ്റു അല്ല, ഡയറക്റ്റ് ക്യാൻസൽ ചെയ്ത് കളയാലോ. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ 11 ഇൻറ്റു 4 എന്ന് എഴുതുന്നത് അതേപോലെ എഴുതിക്കോളൂ കേട്ടോ. 11 ഇൻറ്റു 4 എത്രയാണ്? 44 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 4 എത്രയാണ്? 4. 44 4 എത്ര പ്രാവശ്യം പോകുന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഓക്കെ, സോ ഇവിടെ എന്ത് എഴുതി? പ്ലസ് 1 എഴുതി. 44 4 എത്ര പ്രാവശ്യം? 11 പ്രാവശ്യം അല്ലേ. 11 പ്ലസ് 1 ഇസിക്വൽ ടു 3 12. നമുക്ക് കറക്റ്റ് ഒരു സംഖ്യ കിട്ടിയില്ലേ? മനസ്സിലായോ പറഞ്ഞത്? കറക്റ്റ് ആ ഒരു സംഖ്യ കിട്ടി. ആയതുകൊണ്ട് എന്താണ് 12 ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്നാണോ? അല്ല, 3 അതിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ 3 അതിൽ ഇൻക്ലൂഡഡ് ആണ്. 3ൻ്റെ നേരെ യെസ്. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്ത് ഇൻക്ലൂഡഡ് ആണോ നോക്കണം? 4 ഇൻക്ലൂഡഡ് ആണോ നോക്കണം അല്ലേ. സോ 4 ഇൻക്ലൂഡഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഞാൻ സീക്വൻസ് ഒന്നുകൂടെ എഴുതാണ്. 1/4, 1/2, 3/4 എക്സെട്ര 4 അല്ലേ. സോ ലാസ്റ്റ് നമ്പർ ഏതാ? 4 ആണ്. സോ n ഈസ് ഈക്വൽ ടു 4 മൈനസ് ഒന്നാമത്തെ സംഖ്യ ഏതാ? 1/4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ഏതാ? 1/4. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതി പോകുന്നത്. സോ 1/4 പ്ലസ് എന്നും കൂടി ഉണ്ട്, 1 കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ 4 ഒറ്റ ഹോൾ നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു, ബൈ 1 ഇട്ട് കൊടുത്തു. ഓക്കെ, സോ 4 ഇൻറ്റു 4 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എൻ്റെ കൂടെ പറഞ്ഞ് പഠിക്കുക, നിങ്ങളങ്ങനെ പറഞ്ഞ് പഠിച്ചാലേ കിട്ടുള്ളൂ. സോ ആദ്യം മേളത്തെയും താഴത്തെയും 4 ഇൻറ്റു 4 മൈനസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ താഴത്തെ രണ്ടെണ്ണമായ 1 ഇൻറ്റു 4 അല്ലേ. മേലത്തെ കഴിഞ്ഞു. താഴെ എന്തുണ്ട്? ഹോൾ ഡിവൈഡഡ് ബൈ 1/4 ഉണ്ട്, അത് എഴുതാൻ മറന്നു പോകരുത്. പ്ലസ് 1. ഓക്കെ, 4 ഇൻറ്റു 4 എത്രയാണ്? 16 മൈനസ് 1 ബൈ 1 ഇൻറ്റു 4 4 ഡിവൈഡഡ് ബൈ 1/4 പ്ലസ് 1. ഓക്കെ, 16 മൈനസ് 1 എത്രയാണ്? 15. 15/4 ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 1/4 പ്ലസ് 1. ഓക്കെ, രണ്ട് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് റെസിപ്രോക്കലാണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ മേലത്തെ ഫ്രാക്ഷൻ അതുപോലെ തന്നെ എഴുതി. മേലത്തെ ഫ്രാക്ഷൻ 15/4, താഴത്തെ ഫ്രാക്ഷൻ ഞാൻ എന്താക്കി? തല തിരിച്ചെഴുതി. അപ്പോൾ അതെന്തായിട്ട് മാറും? 1/4. അതിൻ്റെ നടുവിൽ എന്ത് വരും? ഇൻറ്റു, ഡിവൈഡഡ് ആയിരുന്നു ഇൻറ്റു ആയിട്ട് മാറി. പ്ലസ് 1. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയൊക്കെ 4/1 ആണ്. 1/4 അല്ല കേട്ടോ. ഓക്കെ, 4/1. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, ഡയറക്റ്റ് ഇൻറ്റു ചെയ്തിട്ട് ഒന്നുകൂടി ഷോർട്ട് ആക്കിയാലും മതി. അതിനേക്കാൾ എളുപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? മേലെ ഒരു 4ഉം താഴെ ഒരു 4ഉം ഇൻറ്റു ആയതുകൊണ്ട് കിടക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. പ്ലസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പ്ലസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇൻറ്റു ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ എത്ര കിട്ടി? 15/1 പ്ലസ് 1 ഇസിക്വൽ ടു എന്ത് കിട്ടും? 15/1 എത്ര തന്നെയാണ്? 15 തന്നെയാണ്. പ്ലസ് 1 ഇസിക്വൽ ടു എന്ത് കിട്ടും? 16 ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ 16 ഒരു ഹോൾ നമ്പർ അല്ലേ. ആയതുകൊണ്ട് എന്താണ്? 4ഉം യെസ് ആണ്. സോ ഒരെണ്ണം യെസ് ആയി കഴിഞ്ഞാൽ ഒരെണ്ണം നോ ആവും, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, സോ 3ഉം ഇൻക്ലൂഡഡ് ആണ്, 4ഉം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഹോൾ നമ്പർ തരുമ്പോൾ അതിനെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ബൈ 1 ഇട്ട് കൊടുത്തോളൂ. ഓക്കെ, അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, സീക്വൻസ് എഴുതാണ്. 3/4 1 1/2 2 1/4 ഇങ്ങനെയാണ് സീക്വൻസ് പോകണം. ഏതൊക്കെ നോക്കണം? 3 നോക്കണം, 4 നോക്കണം. ഓക്കെ, ഇവിടെ സീക്വൻസ് തന്നെ തന്നിരിക്കുന്നത് എന്താണ്? മിക്സഡ് ഫ്രാക്ഷനിലാണ്. അപ്പോൾ അതിനാദ്യം പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ അറിയണം. ഇതൊക്കെ ബേസിക് മാത്സ് ആണ്. സോ 3/4 ഞാൻ അതുപോലെ തന്നെ എഴുതി. 1/4 ഞാൻ മാറ്റുകയാണ്. 1/2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റുക? ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഡിനോമിനേറ്ററായ 2 എടുക്കാം. ഓക്കെ, ഈ 2ൻ്റെ കൂടെ 1ന് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഈ മേലത്താണ് പ്ലസ് ചെയ്യുക. അതായത് താഴെ ഇൻറ്റു മുകളിൽ പ്ലസ്സും, അങ്ങനെ ആലോചിക്കുക. ഓക്കെ, 2 ഇൻറ്റു 1 2 തന്നെ. ഓക്കെ, 2 + 1 ആ കിട്ടിയ ഉത്തരമായ 2. ഓക്കെ, ആ 2 + 1 3 അല്ലേ. 3/2. ഓക്കെ, അപ്പോൾ മുകളിൽ ആ കിട്ടിയ നമ്പർ എഴുതി 3 എഴുതി, ഡിവൈഡഡ് ബൈ എന്ത് എഴുതി? താഴത്തെ ഡിനോമിനേറ്റർ അതുപോലെ ഇറക്കി എഴുതി. ഓക്കെ, ഒന്നുകൂടെ പറയാം. സോ 2 ഇൻറ്റു 1 ആദ്യം ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തു. 2 ഇൻറ്റു 1 2 എന്ന് കിട്ടും. ഓക്കെ, ആ കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ മുകളിലത്തെ നമ്പർ ആഡ് ചെയ്യണം. 2 + 1 3 എന്ന് കിട്ടും. ആ 3 ഞാൻ എവിടേക്ക് എഴുതി? ഇവിടേക്ക് എഴുതി. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു? ഡിനോമിനേറ്റർ അതുപോലെ തന്നെ ഇറക്കി എഴുതി. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 2 1/4 എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം? ആദ്യം ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 2 ഇൻറ്റു 4 എത്രയാണ്? 2 ഇൻറ്റു 4 പ്ലസ് എന്ത്? 1 ഡിവൈഡഡ് ബൈ എന്ത് തന്നെ എഴുതണം? ആ 4 തന്നെ ഇറക്കി എഴുതണം. 2 ഇൻറ്റു 4 എത്ര? 8. 8 + 1 എന്താ? 9. 9/4 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഞാൻ ഇതൊന്ന് മാറ്റി എഴുതാണ്. 3/4 അത് കഴിഞ്ഞാൽ 3/2 അത് കഴിഞ്ഞ് എന്താണ്? 9/4 അങ്ങനെ പോവാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. സോ സി ഡി എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേമായ 3/2 മൈനസ് ഒന്നാമത്തെ ടേമായ എന്താണ്? 3/4 ആണ്. എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
3 ഇൻറ്റു 4 മൈനസ് 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഓക്കെ, ഇല്ലെങ്കിൽ നേരത്തെ വീഡിയോ നേരത്തെ ആ പോർഷൻ ഒന്നുകൂടെ നന്നായിട്ട് കാണാൻ അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, റെസിപ്രോക്കൽ ഉണ്ട്. അത് രണ്ടും ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ ഇത് ഡയറക്റ്റായിട്ട് ചെയ്തു പോകുന്നത് കേട്ടോ. സോ ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ ബൈ വല്ലതും ഉണ്ടോ? നേരത്തെ പോലെ ഇല്ല. ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട, അതുകൊണ്ട് ബൈ ഇല്ല കേട്ടോ. ഓക്കെ, സോ 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12 മൈനസ് 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് 6 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2 8. ഓക്കെ, 12 മൈനസ് 6 എന്ന് പറയുന്നത് എത്ര കിട്ടും? 6 കിട്ടും. 6/8. 6/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒന്നുകൂടെ വെട്ടി ചെറുതാക്കുമ്പോൾ 3/4. സോ നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 3/4 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 3യും 4 ഇതിൽ ഇൻക്ലൂഡ് ആണോ നോക്കണ്ടേ? ഓക്കെ, 3 ഇൻക്ലൂഡഡ് ആണോ നോക്കണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടേം എന്തായിട്ട് എടുക്കണം? 3 ആയിട്ട് എടുക്കണം. സോ ഞാൻ എഴുതി n ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ടേമായ 3 മൈനസ് ഫസ്റ്റ് ടേമായ എന്താണ്? 3/4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയെന്ന് കണ്ടുപിടിച്ചു? 3/4 പ്ലസ് 1. ഞാൻ ചോദിക്കട്ടെ, ഈ 3/4 ക്യാൻസൽ ചെയ്ത് പോവും? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്തുകൊണ്ട് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ? നടുവിലൊരു മൈനസ് എടുക്കുക അല്ലേ? നടുവിലൊരു മൈനസ് എടുക്കുമ്പോൾ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ നമ്മൾ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് 3/1 ഇട്ട് കൊടുത്തു. നേരത്തെ ചെയ്ത് അതേപോലെ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ കൂടെ പറഞ്ഞേ 3 ഇൻറ്റു 4 മൈനസ് 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ താഴത്തെ നമ്പർ ഏതൊക്കെയാണ്? 1 ഇൻറ്റു 4. ഓക്കെ ആണല്ലോ? മുകളിലത്തെ ഇത് മാത്രമേ ചെയ്തുള്ളൂ. താഴെ എന്തുകൂടെ കിടക്കുന്നുണ്ട്? ഒരു 3/4 കിടക്കുന്നുണ്ട്. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, പ്ലസ് 1. ഓക്കെ, ഈ പ്ലസ് 1 ഇട്ട് കൊടുക്കണം, മറക്കരുത്. ചില സ്കൂളിൽ +1 ഇടാതെ പഠിപ്പിക്കും. +1 ഇടാതെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ആ ഹോൾ നമ്പർ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഏതൊരു സംഖ്യയുടെ കൂടി 1 കൂട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഹോൾ നമ്പർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഹോൾ നമ്പർ കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ടാണ് +1 ഇടാതെ പഠിപ്പിക്കുന്നത്. +1 ഇട്ടാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്പർ ഓഫ് ടേംസ് കിട്ടുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കട്ടെ. രണ്ടും ശരി തന്നെയാണ്. ഓക്കെ, സോ 3 ഇൻറ്റു 4 12 മൈനസ് 1 ഇൻറ്റു 3 3 എന്ന് തന്നെ കിട്ടും. ഡിവൈഡഡ് ബൈ 1/4 4 എന്ന് 1 ഇൻറ്റു 4 4 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 3/4 പ്ലസ് 1. ഓക്കെ, സോ 12 മൈനസ് 3 എന്ന് പറയുന്നത് എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 9/4 ഡിവൈഡഡ് ബൈ 3/4 പ്ലസ് 1. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇത് രണ്ട് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കണം. ഓക്കെ, സോ 9/4 അതുപോലെ തന്നെ എഴുതി. ഇൻറ്റു എന്തായി? 3/4 എന്നുള്ളത് 4/3 ആയിട്ട് മാറി. പ്ലസ് 1. ഇവിടെ നോക്കി, നടുവിൽ ഇൻറ്റു ആ. അപ്പോൾ നമുക്ക് ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്തൂടെ? ക്യാൻസൽ ചെയ്യാം. സോ 9/3 പ്ലസ് 1. 9/3 എന്താ? 3 ആണ് അല്ലേ? 3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 4. 4 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ അല്ലേ? ആയതുകൊണ്ട് എന്താണ്? 4 അതിന് ഇൻക്ലൂഡ് ആണെന്നാണോ? അല്ല കേട്ടോ, 3 ആണ് കേട്ടോ നമ്മൾ എടുത്തത്. ശ്രദ്ധിക്കണേ. സോ 3ക്ക് നേരെ 3 യെസ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇതുപോലെ 4 ഇൻക്ലൂഡഡ് ആണോ നോക്കണ്ടേ? 4 ഇൻക്ലൂഡ് ആണോ നോക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ 4 മൈനസ് എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേം ഏതാ? 3/4. മറന്നു പോകരുത് കേട്ടോ. മേലെ നോക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടി. ഞാനത് അറിയാവുന്നതുകൊണ്ട് എഴുതുന്ന കേട്ടോ. ഫസ്റ്റ് ടേം 3/4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? അതും 3/4. 3/4 പ്ലസ് എന്താണ്? 1 ആണ്. ഓക്കെ, സോ 4 എന്താണ്? ഒരു ഹോൾ നമ്പർ ആണ്. സോ അതിനെ എന്താക്കാൻ വേണ്ടിയിട്ട്, ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് by1 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4/1 മൈനസ് 3/4 ഡിവൈഡഡ് ബൈ 3/4 പ്ലസ് 1. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞോ. 4 ഇൻറ്റു 4 മൈനസ് 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 4. ഓക്കെ ആണല്ലോ? സോ ഈ 4ഉം ഈ 4ഉം 4 ഇൻറ്റു 4, ഈ 3യും ഈ 1ഉം 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ആ 1 ഇൻറ്റു 4 ചെയ്യുക. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 3/4 ഉണ്ട് കേട്ടോ. അതിട്ട് മറക്കരുതേ. ഞാൻ എപ്പോഴും അത് പറയുന്നത് പിള്ളേർ പൊതുവേ അത് മറന്നു പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ലാസ്റ്റത്തെ എൻ്റെ കൂടെ +1 എഴുതിയിട്ട് ഇതൊരു ഫ്രാക്ഷൻ എന്നിട്ട് ആൻസർ തെറ്റിക്കും. സോ അതുകൊണ്ടാട്ടോ. ഓക്കെ, സോ 4 ഇൻറ്റു 4 16 മൈനസ് 3 ഇൻറ്റു 1 3 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 4 4 ഡിവൈഡഡ് ബൈ 3/4 പ്ലസ് 1. ഓക്കെ, 16 മൈനസ് 3 എന്ന് പറയുന്നത് എത്ര കിട്ടും? 13 എന്ന് കിട്ടും. 13/4. ഓക്കെ ആണല്ലോ? 13/4 ആണ്. 13/4 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 3/4 പ്ലസ് 1. ഓക്കെ, സോ ഇവിടെ രണ്ട് ഫ്രാക്ഷൻ ആയില്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കണം. സോ 13/4 ഞാൻ അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് എന്ത് എഴുതി? 3/4 എന്തായിട്ട് മാറും? 4/3 ആയിട്ട് മാറും. പ്ലസ് 1. 4ഉം 4 എന്ത് ചെയ്ത് പോയി? ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്ത് കിട്ടും? 13/3 പ്ലസ് 1. 13/3 എന്തല്ല? ഒരു
ഇൻറ്റീജർ ആയിട്ട് കിട്ടുന്ന നമ്പർ അല്ല, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ അല്ല. സോ അതുകൊണ്ട് അത് എന്തായിരിക്കും, പോയിന്റ് ആയിരിക്കും. നോക്കി നോക്കി, 13/3 എത്ര പ്രാവശ്യം പോകും, 4 പ്രാവശ്യം പോകും, 12, ബാക്കി 1, ഒന്നിൽ പോവില്ല, അപ്പോൾ പോയിന്റ് ഇട്ട് 0. കണ്ടോ, 10 എത്ര പ്രാവശ്യം പോയി, 3 പ്രാവശ്യം പോയി. അപ്പോൾ 4.3 + 1 = എത്ര കിട്ടും, 5.3. 5.3 അതിലൊരു ടേം, അതിലൊരു ഹോൾ നമ്പർ ആണോ, ഹോൾ നമ്പർ അല്ല. ആയതുകൊണ്ട് എന്തല്ല, 4 ഇതിലൊരു നമ്പർ അല്ല. 4 നേരെ നോ എന്ന് എഴുതും. ഓക്കെ ആണല്ലോ, തെറ്റൊന്നുമില്ലല്ലോ. ശ്രദ്ധിച്ചോളൂ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ആ എടുത്തിരിക്കുന്ന സംഖ്യകൾ കറക്റ്റായിട്ട് നോക്കണം. അതിനെ ഹോൾ നമ്പർ ആക്കാൻ, ഹോൾ നമ്പറിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി ബൈ 1 ഇട്ട് കൊടുക്കണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ റെസിപ്രോക്കൽ തരതിരിച്ചെടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നോക്കുക കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോയി. നിങ്ങൾ ആ എസ് എഴുതിയതിൻ്റെ നേരൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഒരു നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ നമ്പർ ഓഫ് ടേംസ്. സപ്പോസ് ക്വസ്റ്റ്യന് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയാണ്, ഇതിൽ എത്ര ടേമുകളുണ്ട്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് എന്ന് ചോദിച്ചാലും ഇതേ ഫോർമാറ്റാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടെ ആലോചിച്ചിരിക്കുക. ഓക്കെ, ഒരു അരിതമെറ്റിക് സീക്വൻസിൽ 105 ഇതിലൊരു ടേമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ടേം ഉണ്ടെന്ന് ചോദിച്ചാലും ഇതേ ഫോർമാറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു, 3 കൺസെപ്റ്റാണ് പറഞ്ഞത്. ഒന്നാമത്തെ കൺസെപ്റ്റ് കോമൺ ഡിഫറൻസിൻ്റെ രണ്ട് ടേമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായാലും കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്പർ, ഒരു സാധനം അതിൽ ഇൻക്ലൂഡഡ് ആണോ ഇല്ലയോ നോക്കണമെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ടേം ആയിട്ട് എടുക്കുക. അത് ഫസ്റ്റ് ടേമിൽ നിന്ന് കുറച്ചിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് +1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആ ഒരു ഹോൾ നമ്പർ കിട്ടും. ഹോൾ നമ്പർ കിട്ടുകയാണെങ്കിൽ അതിൽ ഇൻക്ലൂഡഡ് ആണ്, അല്ലാച്ചെങ്കിൽ ഇൻക്ലൂഡ് അല്ല. ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താണ്, ഒരു സാധനത്തിൽ ഇപ്പോൾ 105, 205 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഓഫ് ടേംസ് തന്നു കഴിഞ്ഞാൽ അത് അതിൽ എത്രാമത്തെ ടേം എന്ന് കണ്ടുപിടിക്കാനും ഇതുപോലെ തന്നെ ലാസ്റ്റ് ടേം എടുക്കുക, മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1 ചെയ്യുക. ഓക്കെ, കൺസെപ്റ്റ് വ്യക്തമായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇല്ലാച്ചെങ്കിൽ മുമ്പത്തെ ഒരു 3 വീഡിയോസും നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം, എങ്കിലേ നിങ്ങൾക്ക് കൺസെപ്റ്റ് കറക്റ്റ് ആവുള്ളൂ. 2-3 തവണ കണ്ടു നോക്കിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പരീക്ഷയ്ക്ക് പൊതുവേ ചോദിക്കാറുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.